കൊള്ളത്തില്ല. ഞങ്ങളുടെ കൂടെ തിയേറ്ററിലിരുന്ന എല്ലാവരും സ്വന്തമായിട്ട് ഫോണിൽ വേറെ സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. വെറും കൂറപ്പടം. അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത്. വെറും ഒഴുക്കപ്പടം. ജാതി ദുരന്തം വെച്ചാൽ 3 മണിക്കൂറൊക്കെ അവിടെ ചിരിച്ചാണ് നമ്മൾ ഇരുന്നത്. ഒന്നുമില്ല, വെറും പട്ടിപ്പടം. അത്ര. ഫാദർ ഓഫ് ദി നേഷൻ. ശോകം എന്ന് വെച്ചാൽ വെറും ശോകം. വിജയെ കൊണ്ട് നിൽക്കാൻ വയ്യ. ആറേയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടൊക്കെ എന്തിനാണ് എന്തോ ഒന്നും പറയാനില്ല, ഇത് മാത്രമേ ഉള്ളൂ. അടിപൊളി പടം. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ ഓക്കെ. ഇതുപോലൊരു വാണപ്പടം ഇല്ല വിജയന്റെ. കൊള്ളാമോ? ഇല്ല, പറ്റില്ല. അത്ര പോരാ. ഇല്ല കേട്ടോ, പോരാ. കൊള്ളൂല. അടിപൊളിയാണ്, നല്ല കണ്ടിരിക്കും. സൂപ്പറായി. കൊള്ളാം കൊള്ളാം. നല്ല അട്ടർ ഫ്ലോപ്പ് പടം. വിജയ് ഇതുപോലൊരു കൂറപ്പടം ചെയ്യാതെ പ്രതീക്ഷിക്കേ വേണ്ട. ഒരു വെറും കൂറപ്പടം. അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നതെന്ന്. വെറും ഒഴുക്കപ്പടം. ഒരു ഹൈപ്പും ഇല്ല. വെറും കൂറപ്പടം. കണ്ടോണ്ടിരിക്കാന്നുള്ള ഒരു എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. കൊള്ളത്തില്ല. പടമൊന്നുമില്ല, പോരാ, വേണ്ട. ടിപ്പിക്കൽ വിജയ് പടം. ഹൈപ്പ് മാത്രമല്ല, ടിപ്പിക്കൽ വിജയ് പടം. ഓവറാൾ വിജയ് പണ്ടത്തെ എല്ലാം മിക്സ്ഡ് ആണ്. ഇപ്രാവശ്യം ഒരു ഗ്രൗണ്ടിനെ രക്ഷിക്കും. സത്യമായിട്ടും കൊള്ളത്തില്ല. ഞങ്ങളുടെ കൂടെ തിയേറ്ററിലിരുന്ന എല്ലാവരും സ്വന്തമായിട്ട് ഫോണിൽ വേറെ സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അത്രയ്ക്ക് മോശം പടം. ഞാൻ ഒരു തലപതി ഫാനാണ്, ബട്ട് ജസ്റ്റ് 0%. പൊന്നളിയാ കാണല്ലേ. കൊള്ളാം. വിജയുടെ യൂഷ്വൽ കാര്യങ്ങളൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാം. അത് എനിക്കറിയത്തില്ല. നല്ല അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. பார்க்கலாம், ஒருக்கா பார்க்கலாம். ஒன் டைம் நல்லா இருக்குண்ணே, நல்லா இருக்கு. ചേട്ടാ കൊള്ളാം, നൈസ്. ഫസ്റ്റ് ഹാഫ് പോരാ, സെക്കൻഡ് ഹാഫ് കൊള്ളാം. പടം അടിപൊളി. പടം കൊള്ളാട്ടെ, നല്ല പടം. കുഴപ്പമില്ല, ഓക്കെ ഇഷ ബ്രോ, കണ്ടോണ്ടിരിക്കാം. പിടിച്ചില്ല, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ധോണി കിട്ടിയത് അത്രേ ഉള്ളൂ. ധോണി ക്യാമിയോ കൊള്ളാം. ഓവർ ഹൈപ്പ് ഒന്നുമല്ല, എക്സ്പെക്ടേഷൻ വെച്ച് കാണാണ്ട് ഒരു നോർമൽ മൈൻഡിൽ കണ്ടാൽ മതി. കൊള്ളാട്ടോ, കുഴപ്പമില്ല. മീഡിയം, അത് അവരാ കാര്യം, നമുക്ക് കൊള്ളാം. ഓണാണ്. അടിപൊളി, രക്ഷയില്ല. കുഴപ്പമില്ല, കൊള്ളാം. കുഴപ്പമില്ല. അയ്യോ എൻ്റെ നല്ല പടം, അടിപൊളി പടം. ധോണി എന്നാണ്. കുഴപ്പമില്ലായിരുന്നു. അല്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ ഓക്കെ. കൊള്ളത്തില്ല. കൊള്ളാം, സൂപ്പർ. ഇഷ്ടം പോലെ വിജയം ഉണ്ടായിരുന്നു. മതിയായി. രാവിലെ വെറുതെ എണീറ്റ് വന്ന് എനിക്കറിയത്തില്ല, ഏത് എല്ലാം പോയി. VFX പോയി, എല്ലാം പോയി. BGM കൊള്ളൂല, ഒന്നും കൊള്ളൂല. പാട്ടൊക്കെ എന്തൊക്കെയോ കാണിച്ചു വെച്ച്. ഫാദർ ഓഫ് ദി നേഷൻ. ഒന്നുമില്ല, ജസ്റ്റ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വലുതായിട്ട് ഒന്നുമില്ല. ശോകം എന്ന് വെച്ചാൽ വെറും ശോകം. ഒന്നുമില്ല. VFX നമ്മൾ ട്രെയിലർ പടമാണ്, വെറും മോശം. കരിയർ ബെസ്റ്റ് പടമാണ്. വെങ്കട് പ്രഭുവിന്റെ വിജയം കരിയർ ബെസ്റ്റ് പടമാണ്. എനിക്കതാണ് തോന്നുന്നത്. അജ്മൽ അമീറാണ് മെയിൻ, അവനെ ഉള്ള പടത്തില്. കൊള്ളൂല, പോരാ. ആവറേജ്. ഒന്നും പറയാനില്ല, ഇത് മാത്രമേ ഉള്ളൂ. അടിപൊളി പടം. അടിപൊളി. സോങ്സ് ഒക്കെ നല്ല ബോറുണ്ട്, പക്ഷെ ആവറേജ് പടം. പക്ഷെ വലിയ ഇതില്ല, തോന്നിയിട്ടില്ല. ചേട്ടാ കൊള്ളായിരുന്നു. നല്ലതായിരുന്നു. നല്ല പടം ചേട്ടാ, കൊള്ളാം, നല്ല പടം. വിജയൻ ഇതുപോലൊരു വാണപ്പടം ഇല്ല വിജയന്റെ. കൊള്ളാം, ആവറേജ്. ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല കേട്ടോ. ഒന്നും പറയില്ല. അങ്ങേര് പൊളിറ്റിക്സിൽ പോകണേട്ടോ നല്ലത്. സിനിമ ഇനി അഭിനയിക്കൊന്നും വേണ്ട. ജാതി ദുരന്തം വെച്ചാൽ 3 മണിക്കൂറൊക്കെ അവിടെ ചിരിച്ചാണ് നമ്മൾ ഇരുന്നത്. ഉള്ളൂല അത്. വെങ്കപ്രഭു ഇതൊക്കെയാണ് 1500 കോടി അടിക്കണമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ഇതൊക്കെ പോയി കണ്ടു നോക്ക്. ഒന്നുമില്ല, വെറും പട്ടിപ്പടം, അത്രേ ഉള്ളൂ. നോർമൽ വിജയ് പടം, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ പുള്ളിയുടെ വെയിറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പടവും അല്ല ഇത്. ഇതിനെക്കാട്ടി മാസ് കൊള്ളാം. മാസ് സൂര്യ എടുത്ത പടമില്ല, അത് കൊള്ളാം. നോർമൽ പടം, അത്രേ ഉള്ളൂ. ക്യാമിയോസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസ് പോലും വെച്ചിട്ടില്ല. പിന്നെ 1-2 ലൈക്ക് ചെറിയൊരു വോയിസ് ഓവർ പോലെ ഔട്ടുണ്ട്, അതൊക്കെ കൊള്ളാം. പാട്ട് കൊള്ളാം, അല്ലാതെ വേറെ സ്റ്റോറി ആയിട്ടൊന്നുമില്ല. ഒന്നും പറയാനില്ല ചേട്ടാ. ആവറേജ് പടം ചേട്ടാ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സത്യം പറഞ്ഞാൽ 4 മണിക്കാണ് ബുക്ക് ചെയ്യുന്നതാണ്. ബുക്ക് ചെയ്യാൻ കാര്യം ഇപ്പോൾ 4 മണിക്കാണ് ഉറങ്ങിപ്പോയത്. കാരണം ഒരു ആവറേജ് പടം. ഇത് വിജയുടെ ലാസ്റ്റ് ലിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമില്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു സ്പൈ തീം, നമ്മൾ ഹിന്ദിയിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന സ്പൈ തീം കൊണ്ടുവന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുറേ ട്വിസ്റ്റ് വരുത്താൻ വേണ്ടി അങ്ങനെ അല്ല ഇങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു സിനിമ. കൊള്ളാവുന്നതെന്ന് പറയാൻ വിജയുടെ മറ്റേ അച്ഛൻ ക്യാരക്ടർ, അതായത് ഓൾഡ് ക്യാരക്ടറുള്ള പെർഫോമൻസ് കൊള്ളാം. പക്ഷേ മകൻ്റെ ക്യാരക്ടർ എനിക്ക് അത്ര കൺവിൻസിങ് ആയി തോന്നില്ല. വളരെ കുറേ ബോറൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് VFX ഇഷ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് പോർഷൻ നല്ലതാണ്. നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് പോർഷൻസ് രസമുണ്ട്. ഒരു തമിഴ് താരത്തിൻ്റെ ക്യാമിയോ ഉണ്ട്, ആ ക്യാമിയോയും രസകരമുണ്ട്. പക്ഷേ അത് ഓവറോൾ നോക്കിയ ഒരു ആവറേജ് പടം മാത്രമാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതേപോലെ ഡിസപ്പോയിൻറ്റഡ് ആണ്.
വിജയെ കൊണ്ട് നിൽക്കാൻ വയ്യ. ഒരു 6 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടൊക്കെ എന്തിനാണോ എന്തോ. മ്യൂസിക് കൊള്ളൂല വലിയ, മീൻസ് ബാക്ക് ഇടയ്ക്കിടയ്ക്ക് കൊള്ളാം, ഇടയ്ക്കിടയ്ക്ക് വേസ്റ്റ് ബോറ്. പിന്നെ വിജയ് കാണാൻ കുഴപ്പമില്ല, ബാക്കിയെല്ലാം വെച്ച് കൊള്ളാം. സ്റ്റണ്ട് ഫൈറ്റൊക്കെ കൊള്ളാം, ക്ലൈമാക്സ് ഒക്കെ ഒരു ചാട്ടമൊക്കെ ഉണ്ട്. പടം അടിപൊളിയാണ്. വിജയിയുടെ വേറൊരു ലെവൽ ഒരു ഇതാണ് ഈ പടം എന്ന് പറഞ്ഞാൽ 3-4 മോഡുലേഷനിലൊക്കെ വിജയ് വരുന്നുണ്ട്. എന്തുകൊണ്ട് 150 മുമ്പത്തെ വിജയ് പടങ്ങളെക്കാട്ടി വേറൊരു രീതിയിൽ ഇത് വലിയൊരു ഗ്രോസ് ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം. ഇതൊരു കൊമേഴ്ഷ്യൽ പടമായിട്ട് നമുക്ക് കാണാം. സെക്കൻഡ് ഹാഫ് ഇൻ്റർവെല്ലിന് ശേഷമുള്ള സീനുകളെല്ലാം പൊളിയായിരുന്നു. ധോണിയുടെ എൻട്രി ഉണ്ടായിരുന്നു, ശിവകാർത്തികേയൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വിജയ് 3-4 ഗെറ്റപ്പിൽ ഇതിൽ വരുന്നുണ്ട്. അത് തന്നെ ഒരു കാണാൻ തന്നെ ഒരു രസമുണ്ട്. എന്തായാലും ഈ പടം ഒരു വൻ ഹിറ്റായി മാറും, ഉറപ്പാണ്.